ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജി ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിനു മുമ്പ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വഴി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 3 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓക്കെ, താഴെ കൊടുത്ത പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകളുണ്ട്. അതിലേതാണ് ശരി എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ, ശരിയാണ്. പഴം, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നതാണ് ഹോർട്ടികൾച്ചർ, അതും ശരിയാണ്. ശാസ്ത്രീയമായി കൂൺ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ, തെറ്റാണ്. ജലാശയങ്ങളിൽ ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്നതാണ് സെറികൾച്ചർ, അതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. അതേപോലെ പഴം, പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടികൾച്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ആൻസർ ശരി ബി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. റോബർട്ട് ഹൂക്ക് കോശകേന്ദ്രം കണ്ടെത്തി. കോശകേന്ദ്രം കണ്ടെത്തി, തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിങ്ഡം വർഗീകരണം അത് ശരിയായ ഉത്തരമാണ്. ഓക്കെ, MG ശ്രീഡൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി, തെറ്റ്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി എന്താണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിങ്ഡം വർഗീകരണം. ഇനി 3-ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ഹൈഡ്രയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് ദ്വിവിഭജനം, തെറ്റാണ്. ഹൈഡ്രയിൽ നടക്കുന്ന പ്രത്യുൽപാദന രീതിയാണ് മുകുളനം. എന്താണ് മുകുളനം? ഓക്കെ, മുകുളനമാണ് ഹൈഡ്രയിൽ നടക്കുന്ന പ്രത്യുൽപാദനം, മുകുളനം. ഓക്കെ, ഇനി അടുത്തത് ഫംഗസുകൾ രേണുക്കൾ മുഖേനയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്, ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. വേഗത്തിൽ ശരീര വളർച്ച നടക്കുന്ന കാലഘട്ടമാണ് കൗമാരം. പോഷക ലഭ്യത ഉറപ്പുവരുത്താൻ കൗമാരകാലത്ത് പാലിക്കേണ്ട ഏറ്റവും നല്ല ആഹാരശീലങ്ങൾ എഴുതാൻ. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. പ്രഭാത ഭക്ഷണം നിർബന്ധമായും കഴിക്കുക. പയറുവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇനി നോക്കുക, ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഓക്കെ, ഇത് 2 ചിത്രങ്ങളാണ്, ക്ലിയർ ഇല്ല. ഇതെന്താണ്? 2 ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചിത്രങ്ങളിലെ ജീവികളുടെ തിരിച്ചറിയുക. ഇത് സിംഹവാലൻ കുരങ്ങാണ്. ഓക്കെ, ഇത് സിംഹവാലൻ കുരങ്ങാണ്. ഇത് വരയാടുമാണ്. സിംഹവാലൻ കുരങ്ങും വരയാടുമാണുള്ളത്. അപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ജീവികളുടെ സവിശേഷ പ്രാധാന്യം എന്ത്? അപ്പോൾ സിംഹവാല കുരങ്ങും അതേപോലെ തന്നെ വരയാടിൻ്റെ പ്രത്യേകത എന്താണ്? ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ്. സിംഹവാലൻ കുരങ്ങും അതേപോലെ തന്നെ വരയാട് നീലഗിരി താറും എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ്. ഇനി 6-ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചില ഭാഗങ്ങളും ധർമ്മങ്ങളും സൂചിപ്പിക്കുന്ന പട്ടിക ഉചിതമായി പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ അണ്ഡകോശങ്ങളും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? അണ്ഡാശയത്തിലാണ്, അല്ലേ? അണ്ഡാശയത്തിലാണ് അണ്ഡകോശങ്ങളും അതേപോലെ സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്താണ്? പുംബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ മാധ്യമമാണ് ഇത്, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി. അതേപോലെ ഭ്രൂണ വളർച്ച പൂർത്തിയാകുന്ന എവിടെ വെച്ചിട്ടാണ്? ഗർഭാശയത്തിൽ വെച്ചാണ്. സി എന്താണ്? ഗർഭാശയമാണ്. ഗർഭാശയത്തിൽ വെച്ചാണ് ഭ്രൂണ വളർച്ച പൂർത്തിയാകുന്നത്. ഓക്കെ, അണ്ഡവാഹിനി എന്താണ്? പുംബീജവും അണ്ഡവുമായി സംയോജിക്കുന്നു. അപ്പോൾ ഓരോ ഭാഗത്തിൻ്റെയും ധർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത്. അണ്ഡാശയത്തിൽ എന്താണ്? അണ്ഡകോശങ്ങളും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്താണ്? പുംബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായ ദ്രവ്യമാധ്യമമാണ്. അതേപോലെ ഗർഭാശയം ഭ്രൂണ വളർച്ച പൂർത്തിയാകുന്നത് ഗർഭാശയത്തിൽ വെച്ചാണ്. അണ്ഡവാഹിനിയുടെ ധർമ്മം എന്താണ്? പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ബോക്സിൽ നൽകിയിരിക്കുന്ന മാതൃകയിലേതുപോലെ ഉചിതമായ ജോഡി ചേർക്കുക. ഇവിടെ ഭാരം കൈമ പ്രകാശ സംശ്ലേഷണം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇനി അടുത്ത് നോക്കാം പേശീകല.
പേശീകല എന്താണ്? പേശീകല ശരീരചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പേശീകലനെ നമുക്ക് ശരീരചലനവുമായി ബന്ധപ്പെടുത്താം. ഇനി അടുത്തത് പ്ലാസ്മിക് റെറ്റിക്കുലം. അതെന്താണ്? പദാർത്ഥ സംഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പ്ലാസ്മിക് റെറ്റിക്കുലം പദാർത്ഥ സംഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി റൈബോസോം എന്താണ്? മാംസ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാംസ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് എന്താണ്? അടുത്തത് സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താങ്ങും ബലവും നൽകുന്നത് എന്താണ്? സ്ക്ലീറൻ കൈമയാണ് താങ്ങും ബലവും നൽകുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക്. എന്താണ്? പേശികല ശരീരചലനം, പ്ലാസ്മിക് റെറ്റിക്കുലം പദാർത്ഥ സംഹനം, റൈബോസോം മാംസ്യനിർമ്മാണം, സ്ക്ലീറൻ കൈമ താങ്ങും ബലവും. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ സുസ്ഥിര കൃഷിയുടെ പ്രയോജനങ്ങളാണ്. പദസൂര്യ പൂരിപ്പിക്കാനാണ്. അപ്പോൾ സുസ്ഥിര കൃഷിയുടെ 2 പ്രയോജനങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റൊന്നിന് വളമായി മാറുന്നു. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകി വിപണി ആശ്രയത്വം കുറയ്ക്കുന്നു. ഇനി 2 പോയിന്റ് നമുക്ക് എഴുതാം. എന്താണ്? ഉൽപാദന ചെലവ് കുറയുന്നു, വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാകുന്നു. ഓക്കെ, എന്താണ്? ഉൽപാദന ചെലവ് കുറയുകയെന്ന് വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള 2 മാർഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ ഓരോന്നും തിരിച്ചറിഞ്ഞ് പേരെഴുതുക. 2നും ഓരോ ഉദാഹരണം എഴുതുക. നോക്കുക. വിത്തുകൾ, ബീജങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് സംരക്ഷിക്കാനുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ എന്താണ്? ജീൻ ബാങ്കുകൾ ആണ്. ജീൻ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിച്ച് സംരക്ഷിക്കാനുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. അതിന് ഉദാഹരണമാണ് RGCB, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. RGCB, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അടുത്ത നോക്കാം. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെ നമ്മൾ എന്ത് പറയും? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. പ്രസ്താവന വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദുനാമ പദ്ധതി പ്രകാരം മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഇതിലെ ആദ്യ പദമായ ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോമോ സൂചിപ്പിക്കുന്ന എന്താ? ജീനസ് ആണ്. ഹോമോ എന്നത് സൂചിപ്പിക്കുന്ന ജീനസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോമോ എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ജീനസിനെയാണ്. ഈ ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ആരാണ്? കാൾ ലിനേയസ് ആണ്. ആരാണ്? കാൾ ലിനേയസ്. ദിനാമ പദ്ധതിയുടെ മേന്മ എന്ത്? ഓരോ ജീവി പല പ്രദേശങ്ങളിലും പല പേരുകളിലും അറിയപ്പെടുന്നു. അതുപോലെ ഓരോ ഭാഷയിലും വ്യത്യസ്ത പേരുകളിലായിരിക്കും. അതിനാൽ അവയെക്കുറിച്ചുള്ള പഠനം ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് പരിഹരിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദിനാമ പദ്ധതി. ഇത് പ്രകാരം ഓരോ ജീവിക്കും നൽകുന്ന പേര് ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാൾ ലിനേയസ് ആണ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. ദിനാമ പദ്ധതി എന്ന് പറഞ്ഞാൽ ഓരോ ജീവിക്കും പല പ്രദേശങ്ങളിലും പല പേരുകളായിരിക്കും. അപ്പോൾ ഓരോ ഭാഷയിലും വ്യത്യസ്ത പേരുകളായിരിക്കും അവ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവയെക്കുറിച്ചുള്ള പഠനം ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് പരിഹരിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദിനാമ പദ്ധതി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ചിത്രം നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. X, Y. ഇവിടെ X, Y എന്നീ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതുക. ഇവിടെ X എന്താണ്? പ്ലാസൻ്റെയാണ്. X എന്താണ്? പ്ലാസൻ്റെയാണ്. Y എന്താണ്? പൊക്കിൾ കൊടിയാണ്. X പ്ലാസൻ്റെയും Y പൊക്കിൾ കൊടിയുമാണ്. ഇനി എക്സിൻ്റെ ധർമ്മങ്ങൾ എഴുതുക. എക്സിൻ്റെ എന്താണ് ധർമ്മം? എക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റെയാണ്. പ്ലാസൻ്റയുടെ ധർമ്മം എന്താണ്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പ്ലാസൻ്റയുടെ 2 ധർമ്മങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെ പദാർത്ഥ വിനിയോഗത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. എന്താണ്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസൻ്റയാണ്. പ്ലാസൻ്റയിൽ നിന്ന് പൊക്കിൾ കൊടിയിലൂടെ മാതൃശരീരത്തിൽ നിന്ന് പോഷകങ്ങളും ഓക്സിജനും ഗർഭസ്ഥ ശിശുവിൽ എത്തുന്നു. ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പൊക്കിൾ കൊടിയിലൂടെ മാതൃശരീരത്തിൽ എത്തുകയും അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പ്ലാസൻ്റയുടെ ധർമ്മം എന്താണ്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്ലാസൻ്റയിൽ നിന്ന് മാതൃശരീരത്തിൽ നിന്ന് പോഷകങ്ങളും ഓക്സിജനും ഗർഭസ്ഥ ശിശുവിന് എത്തുകയും
അതേപോലെ ഗർഭസ്ഥ ശിശുവിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ പൊക്കിക്കൊള്ളിലൂടെ മാതൃശരീരത്തിലെത്തുകയും അവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. പ്രസ്താവന വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഭൂമിയിൽ പലതരം ആവാസ വ്യവസ്ഥകളുണ്ട്. ഓരോ ആവാസ വ്യവസ്ഥയും ജൈവ സമ്പന്നതയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാതരം ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ആവാസ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ജൈവസമ്പന്നമായ പ്രദേശമാണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണ്. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ ജൈവ വൈവിധ്യം നശിക്കും. അത് ഭൂമിയുടെ നാശത്തിന് വഴിതെളിക്കും. അപ്പോൾ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ജൈവസമ്പന്നമാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ജൈവ വൈവിധ്യം, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ ജൈവ വൈവിധ്യം നശിക്കും. ജൈവ വൈവിധ്യം നൽകുന്ന 4 സേവനങ്ങൾ എഴുതുക. എന്താണ്? അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അതായത് ജലം, ഭക്ഷണം, വായു എന്നിവയൊക്കെ നമുക്ക് ലഭിക്കുന്നു. അതേപോലെ സാംസ്കാരിക സേവനങ്ങൾ, വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ സഹായിക്കുന്നു. അതേപോലെ പാരിസ്ഥിതിക സേവനങ്ങൾ, അതായത് മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തുക. അതേപോലെ സഹായക സേവനങ്ങൾ, അതായത് പോഷക സംക്രമണം, പരാഗണം, ജൈവിക നിയന്ത്രണം, വിത്ത് വിതരണം. ഇതിൽ ഏതെങ്കിലും ഒരു 4 എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ബോക്സിലെ സൂചനകൾ ഉപയോഗിച്ച് ഉചിതമായി പൂർത്തിയാക്കുക. ഇവിടെ ആർത്തവം ആരംഭിക്കുന്നു, തോളലുകൾക്ക് വികാസം സംഭവിക്കുന്നു, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു, ശുക്ലവിസർജനം ആരംഭിക്കുന്നു, ഇടുപല്ലുകൾ വികാസം സംഭവിക്കുന്നു, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാകുന്നു. ഇപ്പോൾ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിക്കുക. പെൺകുട്ടികളിൽ ശബ്ദത്തിന് സൗകുമാര്യം കൂടുന്നു. എന്തെഴുതാം? ആർത്തവം ആരംഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആർത്തവം ആരംഭിക്കുന്നു എന്ന് ഇതിലെഴുതാം. അതേപോലെ തന്നെ ബി ആയിട്ട് എന്തെഴുതാം? ഇടുപ്പല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. ഇനി സിയും ഡിയും രണ്ടുപേരിലും കാണപ്പെടുന്ന, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോമം വളരുന്നു. ഓക്കെ, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാകുന്നു. സിയും ഡിയും നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ഈ എന്താണ്? തോളല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. എഫ് ശുക്ലവിസർജനം ആരംഭിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബയോളജി ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, താങ്ക് യു.